കാത്തിരുന്ന് പവിത്രം സീസൺ 2 തീരുമാനമായി. സംപ്രേഷണം ഉടൻ ആരംഭിക്കാൻ പോകുന്നു എന്ന അപ്ഡേറ്റ് ആണ് വരുന്നത്. കുറച്ചു മുൻപ് പവിത്രം സീസൺ 2 ഒരു പ്രൊമോ വീഡിയോ വന്നിരുന്നു. ഒരു വെറൈറ്റി പ്രൊമോ ആയിരുന്നു അത്. ഒരു ചാക്യാർ പവിത്രം എങ്ങനെ ആയിരുന്നുവെന്നും ഇനി പവിത്രം സീസൺ 2 എങ്ങനെ ആകുമെന്നൊക്കെയുള്ള ഒരു ആകാംക്ഷ നിറയ്ക്കുന്ന പ്രൊമോ ആണ് തന്നത്. പക്ഷേ നമ്മുടെ ടെലിവിഷനിൽ കാണാൻ സാധിക്കില്ല എന്ന് മാത്രം. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ മാത്രമേ നമുക്ക് പവിത്രം സീസൺ 2 കാണാൻ സാധിക്കൂ. ഇതിൻ്റെ ഡേറ്റ് ഒഫീഷ്യലി ഇതുവരെ അറിയിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഇതിലെ നായിക സുരഭി ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിൽ പറയുന്നത്, പ്രിയ പ്രേക്ഷകരെ, ഞങ്ങൾ ഒരു പുതിയ അപ്ഡേറ്റുമായി എത്താത്തത് കുറച്ച് നാളായിരിക്കുന്നു. അതിന് കാരണം വളരെ ചെറിയ സമയത്തിനുള്ളിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. ഒരു ടെലിവിഷൻ സീരിയലായി ആരംഭിച്ച ഈ ഒരു ഷോയ്ക്ക് 2ാം സീസണിൽ ഹോട്ട്സ്റ്റാർ എക്സ്ക്ലൂസീവ് ഷോ എന്ന പ്രത്യേക അംഗീകാരം ലഭിക്കുമെന്ന് ഈ ഷോ തുടങ്ങുമ്പോൾ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. മലയാളം ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ ഒരു സീരിയലിന് ഇത്തരമൊരു അംഗീകാരം ലഭിക്കുന്നത്. ഈ മാറ്റം പുതുമയുള്ളതും ഞങ്ങൾക്ക് വളരെ വലിയൊരു ചുവടുവയ്പ്പുമാണ്. അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ടുള്ള യാത്ര പഴയതുപോലെയോ എളുപ്പമോ ആയിരിക്കില്ലെന്ന് ഞങ്ങൾ അറിയിക്കുന്നു. എന്നാൽ നിങ്ങളുടെ തുടർച്ചയായ ഈ സ്നേഹവും പിന്തുണയും ഉണ്ടെങ്കിൽ ഈ കഥയെ കൂടുതൽ വലിയതും മികച്ചതും എല്ലാവർക്കും കൂടുതൽ ആസ്വാദകരവുമാകുന്ന ഒന്നാക്കി മാറ്റാൻ നമുക്ക് ഒരുമിച്ച് കഴിയും. വീണ്ടും സ്ക്രീനിൽ ഉടൻ കാണാം. ഇതൊരു മലയാള സീരിയൽ ലഭിക്കുന്ന വലിയൊരു അംഗീകാരമാണത്. നേരിട്ട് ഹോട്ട്സ്റ്റാർ എക്സ്ക്ലൂസീവ്ലി ഈ ഒരു സീരിയൽ കൊണ്ടുവരിക, അതും ഹോട്ട്സ്റ്റാർ എന്ന് പറഞ്ഞ വലിയൊരു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമാണ്. സിനിമകളും വെബ് സീരീസും സീരിയലുകളും ഒക്കെ നമുക്ക് പുതുതായിട്ട് കാണാൻ സാധിക്കുന്ന വലിയൊരു പ്ലാറ്റ്ഫോം. അതിലാണ് ഈ ഒരു സീരിയൽ ഡയറക്റ്റായിട്ട് വരുന്നത്. സന്തോഷിക്കേണ്ട കാര്യമൊക്കെ തന്നെയാണ്. എന്നാലും ചെറിയ വിഷമമൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് പേര് ഈ ഒരു മൊബൈൽ, നമ്മുടെ സാധാ മൊബൈൽ, സ്വിച്ച് മൊബൈലൊക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരൊക്കെ എങ്ങനെ കാണുക? ഇപ്പം നമ്മുടെ പുതുതലമുറകളൊക്കെ അവർക്ക് മൊബൈലിലൂടെ ഒക്കെ കാണാൻ സാധിക്കുമെങ്കിലും ഈ ഒരു പവിത്രം ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രായമായിട്ടുള്ള അമ്മമാരും എല്ലാവരും ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ സ്മാർട്ട് ഫോൺ ഇല്ലാത്തവരൊക്കെയാണ്. അപ്പോൾ അവർക്ക് ഈ ഒരു സീരിയൽ കാണാൻ സാധിക്കില്ല. അതൊരു സങ്കടകരമായ കാര്യമാണ്. എന്നിരുന്നാലും ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ പവിത്രം സീസൺ 2 സ്ട്രീമിംഗ്, അതായത് ടെലികാസ്റ്റ് തുടങ്ങിയാലും ഇതിൻ്റെ അതാത് എപ്പിസോഡുകൾ, അതായത് നമ്മുടെ ഏഷ്യാനെറ്റ് പ്ലസിലൂടെയൊക്കെ പിറ്റേ ദിവസങ്ങളിലായിട്ട് ടെലികാസ്റ്റ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. എന്തായാലും ഇതിൻ്റെ ഒരു കൺഫേം ഡേറ്റ് എന്നാണ് ഒഫീഷ്യലി ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് വഴിയേ അറിയാം. പുതിയ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും വരാം.